ഒരാഴ്ചത്തെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. ഒരാഴ്ചത്തെ ഒരുമിച്ചാണോ എഴുതുന്നത്, അതോ ഓരോ ദിവസം എഴുതുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഉണ്ട്. ആ ഹാ ഹാ. അതെ. ആ, അങ്ങനെ. ഓക്കെ, നമുക്കത് അന്ന് നോക്കാം. എനിക്ക് മൂന്ന് മൂന്ന് ടീച്ചേഴ്സ് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് സമഗ്ര ഒന്ന് ഓപ്പൺ ആക്കാം. എല്ലാവർക്കും അറിയായിരിക്കും, ഗൂഗിൾ എടുത്ത് അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യാം. ഗൂഗിൾ സമഗ്ര. സമഗ്രയുടെ സൈറ്റ്, ലോഗിൻ, യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു. 8607 ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഈ മൂന്നെണ്ണം കറക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ലോഗിൻ ആയിക്കോളും. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളത് സ്കീം ഓഫ് വർക്ക് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ, പുതുതായിട്ടൊരു ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ചെയ്ത ടീച്ചിങ് മാനുവൽ കാണാൻ വേണ്ടി മൈ ടീച്ചിങ് മാനുവൽ. ഇപ്പോൾ എൻ്റെ അറിവിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ള. പിന്നെ SRG ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ടീച്ചിങ് മാനുവലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അതിനുവേണ്ടി ആ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചു. ഞാനിന്ന് തയ്യാറാക്കി വെച്ചത് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചതും ഏതാണെന്ന് പറയാം. യൂണിറ്റ് 1 ടീച്ചിങ് മാനുവൽ. എനിക്ക് തോന്നുന്നു ഹോങ് ഹോങ് ടു ടൂട്ട്, 1ാം ക്ലാസ്സിലെ ഒരു സിമ്പിൾ ടീച്ചിങ് മാനുവൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് 1ാം ക്ലാസ്സിൻ്റെ എടുത്തത്. അതിനോടൊപ്പം തന്നെ സമഗ്ര വെബ് പോർട്ടലിൻ്റെ ഒരു ഇമേജും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു ടീച്ചിങ് മാനുവൽ ഉണ്ടാവും. അതിനകത്ത് പല കഥകളും കാണും. നമുക്ക് എല്ലാ കഥകളും വേണ്ട, അല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ കാണുന്ന മൈക്രോ പ്ലാനിനകത്ത് കിടപ്പുണ്ട്. ഇത്രയും ഫീൽഡ് മാത്രം സെലക്ട് ചെയ്ത് ChatGPT-യോട് എടുത്തു തരാൻ പറയാം. സംഭവം സിമ്പിൾ. ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ കയ്യിലൊരു ടീച്ചിങ് മാനുവൽ ഉണ്ടാവും. ആ ടീച്ചിങ് മാനുവലിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതൊന്നും നമുക്ക് എല്ലാം ഒന്നും സമഗ്രയിൽ വേണ്ട, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയാവും, ഇല്ലേ? അപ്പോൾ അതിനെ അത്രയൊന്ന് പിക്ക് ചെയ്ത് തരാനാണ് ഈ PDF ഞാൻ എടുത്തത്. അത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. നമ്മൾ സമഗ്ര ചെയ്ത് പോകുന്നതിനിടയിൽ ആ സ്റ്റെപ്പും കൂടെ നോക്കാം. നമ്മൾ ChatGPT എടുക്കും, ഈ 2 PDF പറഞ്ഞു കൊടുക്കും. 2 PDF എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ടീച്ചേഴ്സ്? ഒന്ന് നമ്മളെ ടീച്ചിങ് മാനുവൽ, നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ, 1. 2 ഞാനിപ്പോൾ ചെയ്ത് തന്ന ഇതെല്ലാത്തിലും ഒക്കെ ഉപയോഗിക്കാം, കാരണം ബ്ലാങ്ക് ആണ്. ഓക്കെ. പ്രോംപ്റ്റും അങ്ങനെ തന്നെ എല്ലാത്തിലും ഒക്കെ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഈ ChatGPT തയ്യാറാക്കി കൈ തന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകും, ജോലി എളുപ്പമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈ തയ്യാറാക്കിയ സാധനം സമഗ്രയ്ക്ക് വേണ്ടി വീണ്ടും ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം സമഗ്ര പ്ലസ് ഓപ്പൺ ആക്കി വെച്ചു. നമുക്ക് ഇവിടെ ആദ്യം മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ മലയാളം കൊടുത്തു, സ്റ്റാൻഡേർഡ് 1 കൊടുത്തു. സ്റ്റാൻഡേർഡ് 1 ആണ്. സബ്ജക്റ്റ് എടുത്തു, ഇംഗ്ലീഷ് എടുത്തു, ചാപ്റ്റർ എടുത്തു, ഹോങ് ഹോങ് ടു ടൂട്ട്. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി അടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് മാറി. ഇനി ഇവിടെ ഇങ്ങോട്ട് വന്ന് പ്ലാൻ ടൈപ്പ് ഉണ്ട്, താഴോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലാൻ ടൈപ്പിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് യൂണിറ്റ് പ്ലാൻ ഉണ്ട്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് വേണ്ടത്. ഈ യൂസിങ് യൂണിറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നുമില്ല, അതുകൊണ്ട് വരത്തില്ല. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇവർ തന്നെ കൈറ്റുകാർ തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ LOSൽ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താണ് കയറുന്നത്. ഞാൻ 1ഉം 2ഉം നേരത്തെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 3ഉം 4ഉം കൊടുക്കാം. അത് 3ഉം 4ഉം കൊടുത്ത് ബാക്കിയൊന്നും കൊടുക്കണമെന്നില്ല, അത് ചെയ്യുന്ന സമയത്തൊക്കെ കൊടുത്താൽ. ഇനി ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷൻ,
ഡിവിഷൻ എ മലയാളം മീഡിയം ഒന്ന് അവിടെ കൊടുത്തല്ലോ, അപ്പോൾ ഇതും മലയാളം തന്നെ കൊടുക്കും. ഇനി ഇവിടെയാണ് ഡേറ്റ്. ഇതാണ് നേരത്തെ ഒരു ടീച്ചർ ചോദിച്ച സംശയം. നമ്മൾ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഡേറ്റ് ഓഫ് ക്ലാസ് ഏത് ഡേറ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ സാറ്റർഡേ ഇരുന്നാണ് ചെയ്യുന്നത് അല്ലേ? സാറ്റർഡേ ഇരുന്ന് ചെയ്യുന്നു. നമുക്ക് മൺഡേക്കകത്തേക്ക് വേണ്ടിയിട്ടാണ്, മൺഡേയിലാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെനസ്ഡേ ആണ് ചെയ്യാൻ പോകുക. 27-ാം തീയതി വയ്ക്കുക. അപ്പോൾ HMന് വേണ്ടിയിട്ട് HMന് തിങ്കളാഴ്ച നോക്കാനുള്ള ഒരു കണക്കാക്കി 27-ാം തീയതി വെച്ചു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ടീച്ചിങ് മാനുവൽ കൊള്ളും ടീച്ചേഴ്സ്? പ്രയോർ മീൻസ് ഒന്നൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ 1, 2 ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അതാണ് 3ാമത്തെ ടീച്ചിങ് മാനുവലാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ 2 LOs ഇതിനകത്ത് കവർ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ടീച്ചിങ് മാനുവലിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. 27-ാം തീയതി ആയിരിക്കും ഞാൻ പഠിപ്പിക്കുക. അതിൻ്റെ പ്രയോറിറ്റി 2 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒരു 3ാമത്തെ നമ്പർ കൊടുക്കാം. നമ്മൾ ഫയലൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്പർ ഇടുന്ന ഒരു പരിപാടിയില്ല, അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ടുള്ള എല്ലാ സാധനവും നമുക്ക് AI കൊണ്ട് എഴുതിപ്പിക്കാം. ഇതിനിടയിൽ ഒരു ടീച്ചർ പറഞ്ഞു ഇമേജിൻ്റെ കാര്യം പറഞ്ഞു. അത് നമുക്ക് ഈ സ്റ്റെപ്സിൻ്റെ ഭാഗത്ത് ഇമേജ് കൊണ്ടുവരാൻ പറ്റും. കൈകൊണ്ട് എഴുതിയ ഇമേജുകളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈകൊണ്ട് എഴുതിയ ടീച്ചിങ് മാനുവലാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഇമേജ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കും ഇമേജ് എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാലറിയിൽ നമ്മുടെ ഇമേജ് കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ ഒരു ഇമേജ് കൊണ്ടുവരാം നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഡൗൺലോഡിലൊരു ഈ ഇമേജ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതിലാണ് സ്റ്റെപ്സ് ഒക്കെ പറയുന്നത്. അപ്പം ഞാൻ ഈ ഇമേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് മസ്റ്റ് ബി 240 KB ആയിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇതിലോട്ട് ഇമേജ് കൊണ്ടുവരുന്ന എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പുതുതായിട്ട് ഒരു AI ഒരു ഓപ്ഷൻ കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഇംപ്രൂവ് വിത്ത് സമഗ്ര പ്ലസ് AI എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് വേണ്ട. നമുക്കൊരു ചെറിയ സൈസ്, ഇതൊരു കുഞ്ഞ് ഈ ഇമേജാണ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അതും 240 KB ആണ്. അതും പറ്റൂല. നമ്മൾ ഈ സൈസുകളെയൊക്കെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ടാകുമായിരിക്കും ഇല്ലേ? എങ്ങനെ ഇമേജിൻ്റെ സൈസ് നമ്മൾ കംപ്രസ് ചെയ്യാം? ഡൗൺലോഡ്സിൽ ചെറിയ വല്ല ഫയൽ ഉണ്ടെങ്കിൽ നോക്കാം. ഈ കംപ്രസ് ചെയ്ത് വരുമ്പോഴൊക്കെ ഒരുപാട് സൈസാണ്. ഇത് 8 KB ഉള്ള ആ പയ്യൻ്റെ ഫോട്ടോ. ഇത് 1.35 MB. അത് പറ്റൂല. നമ്മുടെ കോഴ്സ് MB ആണ്. ആഹാ, ഒന്നുമില്ല. ഇതിനെ എഡിറ്റ് ഞാനിതിനത് ചെറിയ സൈസ് ആക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ കുഞ്ഞു വായന ഇത്രയും മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ക്രോപ്പ് കൊടുക്കുമ്പോൾ ഇത് ഇത്രയും മാത്രം കട്ടാം. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാം. നമ്മൾ പെയിൻറ്റിൽ ചെയ്യുന്നത്, നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ ഗാലറിയിൽ ഇമേജിനെ ഒരു കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്യും. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാവാം. ഇപ്പോൾ അത് എത്രയായി കാണും? സൈസ് ചെറുതായി കാണും. കുഞ്ഞു വായനയുടെ സേവ് ചെയ്തല്ലോ. കുഞ്ഞു വായന അപ്ലോഡ് ചെയ്യും വരൂ. എൻ്റെ സൈസ് 256 KB. ആഹാ 56, 240, ഒരു അല്പം കൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. 256 KB. അത് എവിടെ പോയെന്ന് കണ്ടുകൂടല്ല. കുഞ്ഞു വായനതാണ്. അതിന് ഒരിക്കൽ കൂടെ ഒന്ന് എഡിറ്റ് ഓപ്പൺ വിത്ത് കൊടുത്തിട്ട് പെയിന്റിലിട്ട്, ഇത് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ്, ഫോണിൽ കുറച്ചും കൂടെയൊക്കെ എളുപ്പമുണ്ട്, അറിയായിരിക്കും തോന്നുന്നു. ഒരു സൈസ് ചെറുതാക്കാൻ ഇങ്ങനെ കുഞ്ഞാക്കി ഇങ്ങനെ അല്ല ശരിക്കും ചെയ്യുന്ന. നമുക്ക് വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അത് ഏത് സോഫ്റ്റ്വെയർ?
അതൊന്ന് പറഞ്ഞു തരാമോ? അതാ നമുക്ക് താങ്ക് യു. ഓക്കെ പറ്റാത്തത്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി, തീർച്ചയായും. ഞാൻ ഓർത്ത് എന്തെന്നറിയും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് എനിക്ക് അങ്ങനെ നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട്, അതിനെ നമുക്ക് ഓൺലൈനിൽ എങ്ങനെ കംപ്രസ് ചെയ്യാം. ഇമേജോ PDF എനിത്തിങ്, എന്ത് വേണം ആയിക്കോട്ടെ. സ്മോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടി, സ്മോൾ PDF. ഇതിപ്പോ ഇമേജ് ആണ് അല്ലേ, PDF അല്ല, ഇമേജ് ആണ്. ഗൂഗിൾ ആദ്യം എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് കംപ്രസ് ഇമേജ് എന്ന് അടിച്ചു കൊടുക്കുക. കംപ്രസ് ഇമേജ്. ഇങ്ങനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എനിക്ക്. ഇപ്പം ഈ കുറേ സാധനങ്ങൾ വരും. ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇത് സ്പോൺസേർഡ് റിസൾട്ടാണ്. സ്പോൺസേർഡ് റിസൾട്ടിൽ പോവാതെ ഐ ലവ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് പോവുകയാണ്. I love image.com. അതിൽ കംപ്രസ് കൊടുത്തു. ഇവ സെലക്ട് ഇമേജ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് ഇമേജാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൽ ആ 140 KB എപ്പോഴും മനസ്സിൽ വേണം. ഇതാണെന്ന് വിചാരിച്ചോളൂ ഈ ഗാലറി. ഇത് നമ്മുടെ സൈസ്. അതിൻ്റെ മൗസ് ഓവർ ചെയ്യുമ്പോൾ 2 MB എന്നാണ് പറയുന്നത്. 2 MB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണ്ട 104 KB ആണ്. 1024 KB ആണ് 1 MB. അപ്പോൾ ഈ 2 MB എന്ന് പറയുമ്പോൾ 2048 കുറച്ചും കൂടെ കൂടുതൽ വരും. ഇപ്പോൾ 2048 നമുക്ക് വേണ്ടത് 140 വേണ്ടത്. ഇപ്പോൾ 2000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ചെറുതാക്കണമെന്ന് ഓർത്തോണം. അപ്പോൾ ഓപ്പൺ കൊടുക്കുകയാണേ. അപ്പോൾ ഈ MB കണക്ക് അറിയാമെങ്കിൽ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. 2 MB ആണ് കിടക്കുന്നത്. 1024 KB ആണ് 1 MB. നമുക്ക് വേണ്ടത് KB ആണ്. KB കുഞ്ഞൻ സൈസാണ്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സൈസ് MB KB സൈസും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. KB ആണ് ഏറ്റവും ചെറുത്, MB അതിനേക്കാളും വലുത്, TB അങ്ങനെയൊക്കെ പോകും. ഇപ്പം ഇമേജ് കൊടുത്തു. ഇപ്പം 2 MB നിന്ന് 639 MB ആയിട്ട് നമുക്ക് കിട്ടി. നമുക്ക് സോറി 638 KB ആയിട്ട് നമുക്ക് കിട്ടി. ആക്ച്വലി നമുക്ക് നമ്മുടെ ഇനഫ് ആയില്ല. നമുക്ക് 140 എത്തണം. ഇപ്പോൾ ഓൾറെഡി സാധനം ഇമേജ് അങ്ങ് പോയിട്ടുണ്ട്. ഈ സാധനം അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും 600 അതിപ്പോൾ ഡൗൺലോഡിൽ കിടപ്പുണ്ടല്ലോ, അതിനെ വീണ്ടും എടുത്ത് ഒരിക്കൽ കൂടെ കംപ്രസ് ചെയ്യും. അതാണ് പരിപാടി. ഡൗൺലോഡ് ഫോൾഡറിൽ പോകുമ്പം അതിപ്പോൾ വന്ന് 600 സംതിങ് ആയിരിക്കും. 639 KB വീണ്ടും എടുത്ത് വീണ്ടും കംപ്രസ് ചെയ്യും. ഇപ്പം 552. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല. ഉണ്ടോ? ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അത് ഡൗൺലോഡ് പോയിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു മെത്തേഡിൽ തന്നെ ഇത് ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യണം. വേറെ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി മാറിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 500 ആയിരിക്കും. 552 KB. 552 KB വീണ്ടും ഞാൻ കൊടുക്കുകയാണ്. 552 KB കംപ്രസ് ചെയ്യാം. 140 വരെ ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. 508 ഇങ്ങനെ പോയാൽ പറ്റൂല. ഇതിനകത്ത് റീസൈസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണേ. റീസൈസ് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റീസൈസ് പറയുമ്പോൾ ഇതിൻ്റെ സൈസ് നമ്മൾ മെൻഷൻ പറയും. നമ്മുടെ മനസ്സിലൊരു സൈസിനെ കുറിച്ച് ഒരു കണക്കുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും. നമ്മുടെ ഇതിൽ വായിക്കാൻ പറ്റുന്ന ഇപ്പോൾ സ്ക്രീനിൻ്റെ മൊബൈൽ സ്ക്രീൻ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു 1000 സംതിങ് ആണ് ഇതിൻ്റെ മൊത്തം സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വിഡ്ത്ത്, ഹൈറ്റ് ഒരു 600 വരും. അപ്രോക്സിമേറ്റ്ലി 1200 1300 വരും. നമ്മുടെ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് റീസൈസ് ചെയ്തത് കൊടുത്തത് ഏത് സൈറ്റ്? അതിൽ തന്നെയാണോ കൊടുത്തത് സാറേ? ക്രോമിൽ ആണ് 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 ആണ്. ഇപ്പൊ ഈ ഇത്രയും ആദ്യം ഞാൻ കംപ്രസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്, പക്ഷെ എനിക്ക് ശരിയായില്ല. അപ്പൊ ഞാൻ റീസൈസ് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. റീസൈസ് അല്ലെങ്കിൽ ക്രോപ്പ് ഉപയോഗിക്കും. പക്ഷെ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിസ്സായി പോകും ചില സാധനങ്ങളൊക്കെ. ഞാൻ ഇപ്പോൾ റീസൈസ് എന്ന് പറഞ്ഞ സാധനമാണ് കൊടുക്കും. റീസൈസ് ചെയ്യുമ്പോൾ ആ ഫുൾ പേജ് എനിക്ക് കിട്ടും. എന്താവും, സാധനം ചെറുതായി പോകും, അല്ല ഈ വിഡ്ത്തും ഹൈറ്റും വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം നമ്മൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ വലിയ വിഷ്വൽ ഇല്ലാത്ത രീതിയിൽ ഒരു 500-ഉം, അതായത് ഒരു മോണിറ്ററിന്റെ സൈസിന്റെ പകുതി കാണാൻ 500-ഉം ഒരു 300-ഉം
മൊബൈലിലായിരുന്നാലും വലിയ വിഷയം വരുന്നത്. അല്ലെങ്കിൽ 400 കൊടുക്കാം, 500, 400. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചപ്പും എങ്കിലും നമുക്ക് കാര്യം നടക്കും. മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ പറയുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറുതായത്. ആസ്പെക്ട് റേഷ്യോ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചെറുതായത്. നമുക്കിവിടെ 500 കൊടുക്കാം, 500ഉം 400ഉം. ഇപ്പോൾ ഇങ്ങനെ ചപ്പി വരും, പക്ഷേ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? ഇപ്പോൾ ഇത് കൊടുത്തു, നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ എവിടെയെങ്കിലും കാണിക്കണം. ഒന്നും കാണിക്കുന്നില്ല. ഡൗൺലോഡ് പോയിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് പോയ ഫയലിൽ ഒന്ന് പിടിച്ചു നോക്കട്ടെ എത്ര ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്ര അതിൻ്റെ സൈസ് 317 KB വന്നു. 317 KB. നമുക്ക് വേണ്ടത് എത്രയായിരുന്നു? 140. 140. നമുക്ക് ഇനിയിപ്പോൾ കംപ്രസ് ഇമേജും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. എത്ര ഇമേജ് ആയെന്ന് നോക്കിക്കോണം. കംപ്രസ് ഇമേജ് ആ 91 KB ആയി. എത്ര തവണ ചെയ്തിട്ടാണ് മാറിയെന്ന് നോക്കണം. 91 KB ആയി. എത്ര തവണ ചെയ്തു? 1, 2, 3, 4, 5. ഇത് 5ാമത്തെ തവണ ചെയ്തപ്പോൾ കിട്ടി. നമ്മൾ ചിലർ ആദ്യത്തെ തവണ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കളയും. നമുക്ക് വേണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങ് കിട്ടും. റീനെയിം ചെയ്ത് IMG എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. സമഗ്രയിൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഇമേജ് കൊടുത്ത് IMG. ഇതാണ് സംഭവം. കണ്ട, ഇതിൻ്റെ അകത്ത് അലൈൻ ഓപ്ഷനും റീപ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വേറൊരു ഇമേജ് പിന്നെ പകരം കൊണ്ടുവരാൻ, റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓപ്പൺ ആയി വരാനേ, മറ്റേതെങ്കിലും വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും വരാനാണ് ഇൻസേർട്ട് ലിങ്ക് വരണേ. ഇതിലും ചേഞ്ച് സൈസ് ഉണ്ട്. 300. ഇതിലും നമുക്ക് വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇമേജ് കൊണ്ടുവരേണ്ടത്. ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെച്ചിരുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കംപ്രസ് ചെയ്യാനുള്ള ഒരു സാധനം കണ്ടു വയ്ക്കുക. ആപ്പുണ്ട്, കംപ്രസ് ചെയ്യാനുള്ള ആപ്പുണ്ട്. ഞാനിപ്പോൾ എളുപ്പം എന്ന് വിചാരിച്ച ഒരു സാധനമാണ്, പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഇത്തിരി സമയം പിടിച്ചു. നമ്മൾ 1, 2 പിന്നീട് റീസൈസ് ചെയ്താണ് കൊണ്ട് എത്തിച്ചു. സാറേ ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല? ഇതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളവിടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കൊണ്ടുവന്നതിന് ശേഷം. പക്ഷെ അതുവരെ ഈ സാധനത്തിന് ഇങ്ങനെ എത്തിക്കണ്ടേ. ഇത് വലുതാണ്. ഇത് കൊടുക്കുമ്പം ഇങ്ങനെയല്ലേ പറയാം, 240 KB അകത്ത് വരണം. വൺസ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അപ്പോൾ സൈസ് നോക്കുക. നമ്മൾ PSCയുടെ സൈറ്റിനകത്തൊക്കെ പറയുന്നില്ലേ ടീച്ചർ, അത് തന്നെ സംഭവം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ChatGPT കിടക്കാം. നമ്മൾ ഇമേജിൻ്റെ കാര്യം ഡൗട്ട് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ അതറിയാലോ, വോയിസ് മലയാളം വർണ്ണം ഒക്കെ എടുത്തല്ലേ വോയിസ് ചെയ്യുക അല്ലേ? എക്സ്ക്യൂസ് മീ സർ, യെസ്. വേറൊരു ഓപ്ഷൻ ഉണ്ട് സാറേ. നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് സെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ KB കുറയുമെന്നും അത് അപ്ലോഡ് ചെയ്യാമെന്നും ഇങ്ങനെ ടീച്ചേഴ്സ് വാട്സപ്പിൽ വഴി അങ്ങനെ ചെയ്യാമെന്ന് കേട്ടതായിട്ടുണ്ട്. ശരിയാണോ? അതെ, ശരിയാ. വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്രസ് ചെയ്യുന്നത് ആണ് അയക്കുന്നത്. നമ്മൾ അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് ഒരുപാട് കംപ്രസ് ചെയ്താണ് അയക്കുന്നത്. നമുക്ക് തന്നെ അയക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. വാട്സപ്പ് വെച്ചിട്ട് കംപ്രസ് ചെയ്ത് ചെയ്യാം. ഫോണിൽ നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. ലാപ്ടോപ്പിൽ പറഞ്ഞ പോലെ എടുക്കണം. ഒരു വഴി എന്തായാലും കണ്ടല്ലോ, ഇതുപോലെ കംപ്രസിങ് സാധനം ഉപയോഗിച്ച് നമുക്ക് കംപ്രസ് ചെയ്യാം. ഒരുപാട് വഴികളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ ഞാൻ പെട്ടെന്ന് കുറച്ച് ഫീൽഡുകളല്ലേ ഉള്ളൂ, മൈക്രോ പ്ലാൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ChatGPTയുടെ സഹായത്താൽ ഈ ഫീൽഡുകളൊക്കെ കണ്ടെത്തി എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതിൻ്റെ പ്രോംപ്റ്റ് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പിക്ക് ചെയ്ത് വരാം.
കൺവേർട്ടിങ്ങോ? എന്തോ കൺവേർട്ടിങ്? വേറെ ഒന്നുമില്ല. ഓക്കെ, അത്രയായിരുന്നു. അപ്പോൾ അതിനൊന്ന് ആ പ്രോംപ്റ്റ് എടുത്ത് ChatGPT പോകുന്നു. പേസ്റ്റ് ചെയ്യുന്നു, പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. 2 PDF അതിനകത്ത് പറഞ്ഞോളൂ. 2 PDF എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ടീച്ചിങ് മാനുവലായിരിക്കും, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സമഗ്രയുടെ ഓരോ ഫീൽഡുകളെയും ഒന്ന് സ്ക്രീൻഷോട്ടിനെ ആക്കി വച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ഫീൽഡുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പ്രോംപ്റ്റിൽ പറയുന്നുണ്ട്, ഇതിലും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ടീച്ചിങ് മാനുവൽ. ഇതൊന്ന് പെട്ടെന്ന് ഓപ്പൺ ആക്കുക. ഇനി ഇതാണോ എന്നൊരു സംശയമുണ്ട്. അതെ, ഓപ്പൺ. അപ്പോൾ 2 ഇവിടെ ഓപ്പണായി വന്നു. നമ്മുടെ പ്രോംപ്റ്റും ഉണ്ട്. ഇതും കൂടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി വേറെ ഒന്നുമില്ല, അത് ചെയ്ത് നമുക്ക് ഓരോ ഫീൽഡായിട്ട് ഇവിടെ തരുന്നു, അതിനെ കോപ്പി ചെയ്ത് അപ്പുറത്ത് പേസ്റ്റ് ചെയ്യും. സിമ്പിൾ പരിപാടി. മോഡ്യൂൾ 1 മൈക്രോ പ്ലാൻ നെയിം. ആക്ടിവിറ്റി സ്റ്റെപ്പ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. എന്തൊക്കെ റിസോഴ്സസ് ആണ് അതിനകത്ത് വരുന്നത്? ഐഡിയാസ് തന്നിട്ടുണ്ട്, അസസ്മെന്റ് തന്നിട്ടുണ്ട്, എവിഡൻസ്, URL. ഓക്കെ, നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമ്മളിതെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ എത്തി, പ്രയോറിറ്റി വരെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഹോങ് ടൂട്ട് ടൂട്ട്. ചില പാഠങ്ങളുടെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സബ് ആയിട്ടുള്ള ലെസൺ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ വെൽക്കം ടു അവർ ക്ലാസ് റൂം എന്നാണ് കിടക്കുന്നത്. അപ്പം അതൊരു റോങ് ആണ്. പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റ്, ലിസൺ ടു ടീച്ചർ ടോക്ക്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആ മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ആയിക്കോട്ടെ, ലേണിംഗ് ഒബ്ജക്റ്റീവ് തന്നെയാണോ ചോദിക്കുന്നത്? ആക്ടിവിറ്റി സ്റ്റെപ്സ് ആണ് അടുത്ത സ്റ്റെപ്പ് വേണ്ട. ആക്ടിവിറ്റി സ്റ്റെപ്സ് ഇത് അടക്കും, 4 സ്റ്റെപ്പുകൾ. നമ്മൾ നേരത്തെ ഇമേജ് കൊണ്ടുവരാൻ നോക്കിയ ഈ ആക്ടിവിറ്റി സ്റ്റെപ്പിലാണേ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇമേജ് കൊടുക്കാം. ഇനി വർണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്തു വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെയും എൻ്റർ ചെയ്യാം. അങ്ങനെ പല പല വഴികളുണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും കാലത്ത് വരുമായിരിക്കും, സൈഡിൽ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജുകളൊക്കെ ഈ കൈറ്റുകാർ അപ്ലോഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളൊക്കെ അപ്ലോഡ് ചെയ്ത് വയ്ക്കും. വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം എന്നാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, അപ്പോൾ ആ സൈഡ് നമ്മൾ നോക്കണ്ട. പിന്നെ റിസോഴ്സുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകൾ, ടെക്സ്റ്റ് ബുക്കാണ് ഒന്ന് ബിഹൈവ് വർക്ക് ഫീറ്റ് ഒരു അറ്റൻഡൻസ് ചാർട്ട് ഒക്കെ ഇവർ തന്നത് ആ ടീച്ചിങ് മാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതൊന്ന് എടുത്തതാണേ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്, അത് പോട്ടെ. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ആവശ്യമുള്ളത് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഒരു മോഡലിലും വെച്ച്
ഒരു ചാർട്ടും കൂടെ വയ്ക്കും. 2 സാധനം വെച്ചു. ഇനി ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ്, അതിനകത്ത് അതും പിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ടീച്ചിങ് മാനുവൽ കോപ്പി, ഐഡിയ അണ്ടർസ്റ്റാൻഡ് വാല്യൂസ് കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഈ പ്ലസ് കാണുന്ന എല്ലായിടത്തും ഇമേജ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇമേജും പിന്നെ ടേബിൾ, ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന സാധനം. അസസ്മെന്റിനകത്തും എന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ, എവിഡൻസ്, അസസ്മെന്റ് ടെക്നിക്സ്, 2 എടുക്കട്ടെ. പിന്നെ റെഫറൻസ് നമുക്കറിയാം, വെബ്സൈറ്റ്, അതർ മറ്റേ ടെക്സ്റ്റ് ബുക്കുകൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം. നമുക്ക് URL വേണ്ടിയിട്ട് വിക്കിപീഡിയ എടുക്കാം. വിക്കിപീഡിയ എടുത്തു. അതിനകത്ത് വിക്കിപീഡിയ എന്ന് പറയുന്ന സൈറ്റ് ഒരുപാട് ജനറൽ നോളേജ് സാധനങ്ങൾ കിട്ടുന്നതാണല്ലോ അല്ലേ. വിക്കിപീഡിയ എടുത്ത് അതിനകത്ത് ഈ ഹോങ്കോങ് റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ആ URL എടുത്ത് വയ്ക്കും. ഇപ്പോൾ ഈ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം വന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി എടുക്കുക, ആ URL കോപ്പി എടുത്തിട്ട് നമുക്കിതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഇതിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റാർ ഉള്ളതാണ്. മാൻഡേറ്ററി ഫീൽഡ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം, എങ്കിലേ മുന്നോട്ട് പോവുള്ളൂ. ഇതിൽ ആക്ടിവിറ്റി സ്റ്റെപ്സ് മാൻഡേറ്ററി ആണ്. മൈക്രോ പ്ലാൻ നെയിം കൊടുക്കണം, ഡിവിഷൻ കൊടുക്കണം, ക്ലാസ് കൊടുക്കണം, പ്രയോറിറ്റി നമ്പർ കൊടുക്കണം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊടുക്കും. ഇത്രേ ഉള്ളൂ. ഇത്രയും കൊടുത്ത് നമ്മളെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് അതിനകത്ത് തന്നിട്ടുണ്ടോ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, ഇൻട്രൊഡ്യൂസ് സെൽഫ് ആൻഡ് പേസ്റ്റ്. ഇത്രയും കൊടുത്ത് സേവ് കൊടുക്കുക. ഇതിൽ വേണ്ടെങ്കിൽ റീസെറ്റ് ചെയ്ത് വെച്ച് ഒന്നേന്ന് ചെയ്യാൻ പറ്റും. എല്ലാം പോവും. റീസെറ്റ് കൊടുക്കുമ്പോൾ എല്ലാം പോവും. സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്ത് ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ HM നോട്ട് ഫോർവേഡ് ആവും. സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ഓക്കെ. ഇനി അതിനകത്ത് യൂസ് TM ഫോർ അനദർ ഡിവിഷൻ, മറ്റൊരു ഡിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കണം. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കിതിപ്പോൾ ഡൗൺലോഡായി, ഇതിപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഓഫ്ലൈനായിട്ട് എടുത്ത് വെച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും മാത്രം മതിയാകും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പേജ് വരില്ലേ? വരും. ക്ലിക്ക് ഹിയർ ടു ഫയൽ നോട്ട് ഫൗണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് കിട്ടി, ഇന്ന് എന്ത് പറ്റി അതൊന്ന് നോക്കാം. ഇൻഡെക്സ് സർ, അനദർ ഡിവിഷന്, വേറെ ഡിവിഷന് വേണ്ടി കോപ്പി പേസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണോ, അതോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സാറേ? കോപ്പി പേസ്റ്റ് അല്ലല്ല ടീച്ചറെ, ഞാൻ അതൊന്ന് നോക്കാം നമുക്ക്. യൂസ് ദിസ് TM ഫോർ അനദർ ഡിവിഷൻ. കോപ്പി പേസ്റ്റ് ഒരു പ്രാവശ്യം ആയി വന്നു കഴിഞ്ഞപ്പോൾ ഇതോ അനദർ ഡിവിഷൻ്റെ ഈ സാധനമൊക്കെ ഇവിടെ വരും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും, ഡിവിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പം ഞാൻ മലയാളമല്ലേ നേരത്തെ കൊടുത്തത്, ഇനി ഇംഗ്ലീഷ് കൊടുക്കണം. മനസ്സിലായ ടീച്ചറിന്? മനസ്സിലായ? ഇല്ല എങ്കിൽ ഡേറ്റും കൂടെ മാറ്റി കൊടുക്കാം. 29-ാം തീയതി, മറ്റത് 27-ാം തീയതി എടുക്കും ഞാൻ, ഇത് 29-ാം തീയതി എടുക്കും. എന്നിട്ട് ഇതും സേവ് കൊടുക്കുമ്പോൾ 2 എണ്ണവും പ്ലീസ് ഫിൽ ഓൾ റിക്വയർഡ് ഫീൽഡ്. എല്ലാ റിക്വയർഡ് ഫീൽഡും ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കാണ്. മൈക്രോ പ്ലാൻ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് എൻ്റെ വിശ്വാസം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ സമയം ഞാൻ 2 ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെൻഡിങ് 1, വെയിറ്റിംഗ് അപ്രൂവൽ 1, ഒരെണ്ണം റിവിഷൻ എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇത് 2 എണ്ണമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സബ്മിറ്റ് ഫോർ അപ്രൂവലിന് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നു. ഇനി HMൻ്റെ പ്രൊഫൈലിൽ 2 എണ്ണം വന്ന് കിടക്കും. അപ്പോൾ അവർ അപ്രൂവൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓക്കെ ആണ്.
എന്തായാലും നമ്മുടെ ജോലി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി എന്തെങ്കിലും സമഗ്രയായിട്ട് ബന്ധപ്പെട്ട സർ, ഇത് ഞാൻ ആ, തുടക്കം ക്ലാസ്സിൽ ഇല്ലായിരുന്നേ. അപ്പൊ ഞാൻ ഉം, ഇത്തിരി നേരത്തെ കയറിയതേ ഉള്ളൂ, 7:10 ഞാൻ കയറിയതേ ഉള്ളൂ. സർ, ഉം, നമ്മള് ഈ ലേണിംഗ് ഔട്ട്കംസ് ഇതിൽ വരുന്ന ഒരു യൂണിറ്റിലല്ല, ഒരു ദിവസത്തെ ക്ലാസ്സിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എടുത്ത് നമ്മൾ ചാറ്റ് GPT കൊടുത്തിട്ട് അവിടെ നിന്നാണോ നമ്മൾ കോപ്പി ചെയ്ത് വരേണ്ടത്? ഓക്കെ. ടീച്ചറിന്റെ സംശയം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉം. ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഈ അതെ, കാണുന്ന നമുക്ക് ഇത് ഓൾറെഡി സമഗ്രയില് ഉണ്ട് ഉണ്ടാകും. ഉണ്ട് ഉണ്ട്. അതെ, നമുക്ക് അതിനകത്ത് അതില് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അതെ നമുക്കുള്ളൂ. അതെ അതെ അതെ. ഉം, അത് നമ്മള് കഴിഞ്ഞ വർഷം നമ്മള് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഉം, അപ്ലോഡ് ലേണിംഗ് ഓബ്ജക്റ്റ് അതനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്തു പോകണം. ഇപ്പൊ ഉം, സാറ് ചെയ്തത് ചാറ്റ് GPTയില് ഉം. ഇവിടുന്ന് ലേണിംഗ് ഓബ്ജക്റ്റീവ്സ് എടുത്തു കൊടുത്തതാണോ, അതോ എങ്ങനെയാ അത് അങ്ങനെ. ചെയ്തതെന്നാണ് തുടക്കം? ഓക്കെ ഓക്കെ, ടീച്ചർ ഡൗട്ട് ചോദിച്ചത് നന്നായി. ഞാൻ ഇതിനൊക്കെ മുന്നേ ഈ നമ്മുടെ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു. ആ ഓക്കെ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ ഒരു PDF ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അതാണ് ഓക്കെ. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് തന്നെ ഓ ആയിരിക്കുമല്ലോ എല്ലാ കാര്യത്തിനും ഇതുമായിരിക്കുമല്ലോ, എല്ലാ അതെ. സബ്ജക്റ്റിനും. അപ്പോൾ അതുകൊണ്ട് ഇത് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉം. ഇതെടുത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ പ്രോംപ്റ്റിലും ഉണ്ട്, പ്രോംപ്റ്റിൽ കിടപ്പുണ്ട് സാധനം. ഓക്കെ. പ്രോംപ്റ്റിൽ ഓരോ ആ സാധനങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഈ PDF കൂടെ കൊടുത്തപ്പോൾ അതിന് ക്ലിയറായി. അപ്പോൾ അത് എനിക്ക് തയ്യാറാക്കി തന്ന ഒരു റിസൾട്ടാണ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. മോഡ്യൂൾ നമ്പർ 1 ആണ് ഇപ്പോൾ അവർ തയ്യാറാക്കി തന്നത്. അതിനകത്തുനിന്ന് ആക്ടിവിറ്റി സ്റ്റെപ്സ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി എടുത്തു, സമഗ്രയിൽ പോയി ഇവിടെ പേസ്റ്റ് ചെയ്തു ഓരോ സ്റ്റെപ്പായിട്ടും. ഇപ്പം മൈക്രോ പ്ലാന് അത് പൂർണ്ണമായിട്ട് തന്നില്ല, ഞാൻ ടൈപ്പ് ചെയ്താണ് കയറ്റിയത്. ആക്ടിവിറ്റി സ്റ്റെപ്സ് അതിനകത്തുണ്ട്, അതിനെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇതിനിടയിൽ ഇമേജ് ആയിട്ട് നമ്മൾ കൈകൊണ്ട് എഴുതിയ സാധനം നമുക്ക് ഇതിനകത്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് ആ ഇമേജിനെ 140 KB സൈസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് കയറും, ഇല്ലെങ്കിൽ ആക്കിയിട്ട് വേണം ഇതിനകത്ത് ചെയ്യാൻ. പിന്നെ ചാർട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നു, മോഡൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു, ഐഡിയാസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഐഡിയാസ് അതിനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് കോപ്പി എടുത്ത് വയ്ക്കുക. അസസ്മെൻറ്റ് അതുപോലെ ചെയ്യുക. റെഫറൻസ് URL യൂട്യൂബ് ലിങ്കോ അങ്ങനെ ഏതെങ്കിലും സാധനം വേണമെങ്കിൽ അങ്ങനെ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാം. അതാണ് അതിൻ്റെ പരിപാടി. ഒരു കാര്യം പറയുമ്പോൾ പൂർണ്ണമായിട്ടും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. നമുക്കത് അപ്രൂവലും കൂടെ കൊടുക്കാം. അത് പറയണമെന്നുണ്ടോ?
സാറേ വല്ലതും പറയുന്നുണ്ടോ? കേൾക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, കേൾക്കുന്നില്ലേ? കുറേ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടില്ല? ഒന്നും കേൾക്കുന്നു. കേട്ടില്ല സാർ. കേട്ടില്ല. ആ, ഇവിടെ എല്ലാം ഓക്കെ ആണല്ലോ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ആ ഹലോ. ഇപ്പൊ ആ ആ കേൾക്കാം ആ കേൾക്കാം. പക്ഷെ ഞാൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അപ്രൂവൽ കൊടുത്താണ്, HM-ന്റെ ഇതിനകത്ത് അപ്രൂവൽ കൊടുത്ത്, ടീം അപ്രൂവൽ കൊടുത്ത് 2 വന്നു, 2 അപ്രൂവൽ കൊടുത്തു. ഇനി ഇവിടെ വന്നു, ഇവിടെ നമുക്ക് അപ്രൂവൽ കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് മറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്ത് പറ്റി? ഓ, കമ്പ്യൂട്ടർ. മൈ ടീച്ചിങ് മാനുവൽ എടുത്ത് നോക്കാം. മൈ ടീച്ചിങ് മാനുവൽ എടുത്തിട്ട് മലയാളം മീഡിയത്തിൻ്റെ ആണല്ലോ കൊടുത്തത്, ഇംഗ്ലീഷ് ഹോങ്കോങ്. ഇതിനകത്ത് ഇപ്പോൾ 6 കാണിക്കുന്നുണ്ട്. 6 അപ്രൂവ്ഡ് ആയിട്ടുള്ള 6 ഉണ്ട്. അതിൽ അവസാനത്തെ ആയിരിക്കും യൂസ് ദിസ് ടീം ഫോർ അനദർ വെർഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വരും. അതിനകത്ത് അതിൻ്റെ ആക്ടിവിറ്റി സ്റ്റെപ്സ്, നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് അതിനകത്ത് ടൈപ്പ് ചെയ്യുക. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ നോട്ട് അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെക്കുക. എക്സലൻ്റ് ആയിരുന്നോ, ഗുഡ് ആയിരുന്നോ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ 1-2 കാണുമായിരിക്കും. 2-3 വരണത് നമുക്കിങ്ങനെ ആഡ് ചെയ്യും. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. സാർ റിഫ്ലക്ഷൻ നോട്ട് HM അല്ലേ സാർ ചെയ്യേണ്ടത്? നമ്മളാണോ ചെയ്യേണ്ടത്? റെസ്പോൺസ് അല്ലേ ഞാൻ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിലാക്കിയത്, അല്ല, HM-ന് അവിടെ മോണിറ്ററിങ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട് ടീച്ചറെ. ഇതത്ര ഈ ടീച്ചേഴ്സ് ഈ സെക്ഷനിൽ HM-ന് തൊടാൻ പറ്റൂല. കാരണം HM-ന് മോണിറ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു സാധനമുണ്ട്, മനസ്സിലായി? ഈ 2 കോളം എൻ്റെ ഒരു ഊഹത്തിൽ HM-ന് കിട്ടാൻ സാധ്യതയില്ല. HM-നെ മോണിറ്റർ വന്ന് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ചെയ്യുന്ന സാധനമുണ്ടല്ലോ, മോണിറ്റർ. അങ്ങേർക്ക് അതിൻ്റെ ഒരു പേജ് അങ്ങേരെ സൈറ്റിനകത്തുണ്ട്, അവരുടെ സൈറ്റിനകത്ത്. അല്ല സാർ, ഈ റിഫ്ലക്ഷൻ നോട്ട് ഗുഡ് എക്സലന്റ് എന്ന് അപ്പൊ അവര് മോണിറ്റർ ചെയ്തിട്ട് എന്താണ് ഗുഡ് ആണെങ്കിൽ ഗുഡ്, എക്സലന്റ് ആണെങ്കിൽ ആ, അല്ലെങ്കിൽ ആവറേജ്, അതല്ലേ അവര് കൊടുക്കേണ്ടത്? ഞാൻ ഇത് പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ടീച്ചറോട് പറയുന്നത്. ഇത് ആധികാരികമായിട്ട് ശരിയാണോ ഇല്ലേ എന്നുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറയും. ഞാൻ മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന അത്രയും ഞാനെന്ന് പറയുന്ന ടീച്ചറിൻ്റെ കോളങ്ങളാണ്. ഈ കാണുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എല്ലാം, ഈ കാണുന്ന എല്ലാം എൻ്റെ കോളങ്ങളാണ്, ഞാൻ ചെയ്യാനുള്ളതാണ്. HM-ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് മോണിറ്റർ എന്ന് പറഞ്ഞ് TM ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതിനകത്ത് ക്ലാസ് ഒബ്സർവേഷൻ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി പുള്ളി ചെയ്യേണ്ട സാധനങ്ങളാണ് അവിടെ വരുന്നത്. പുള്ളി ക്ലാസ് ഒബ്സർവ് ചെയ്തതിന് ശേഷം പുള്ളി ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ ആയിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചത്. റിഫ്ലക്ഷൻ നോട്ട് കൊടുക്കുന്നതേ. ആ, പറയണം. ഒന്നുകൂടി. ആ ഒരു ഏരിയക്കകത്ത് ഈ കാണുന്ന ഞാൻ എടുത്തത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ടീച്ചിങ് മാനുവലൊക്കെ കൊടുത്ത് നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവസാനം സേവ് കൊടുത്തപ്പോഴത്തേക്കും സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു, അല്ലേ? അതവിടെ പോയി നമ്മൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കും, HM അപ്രൂവൽ ചെയ്തോ എന്ന് എങ്ങനെ അറിയാം? നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ക്ലാസ് 1 ക്ലാസ് ഇംഗ്ലീഷും എടുത്ത് വെച്ച് നമ്മൾ നോക്കണം, ചാപ്റ്ററും എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കണം. അപ്പോഴായിരിക്കും പെൻഡിങ് സബ്മിഷൻ എന്ന് നേരെ ചാടി അപ്രൂവ്ഡ് TM ആയി. അപ്പം നമുക്ക് മനസ്സിലാവാം എന്ത് HM അപ്രൂവൽ ചെയ്തു. ഒരെണ്ണം റിവിഷന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേ ചാപ്റ്ററിൻ്റെ വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഒരെണ്ണം റിവിഷന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ മോഡിഫിക്കേഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിനെ പുള്ളി പറഞ്ഞ കറക്ഷൻ നമ്മളിവിടെ മോഡിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടെ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതിൽ പുള്ളി പറഞ്ഞ കറക്ഷൻ നമ്മളിവിടെ വരുത്തണം. ചിലപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് പറ്റില്ല, ചാർട്ട് വേണ്ട, മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ചാർട്ടിനെ അതിനകത്തുനിന്ന് ഒഴിവാക്കും.
എന്നിട്ട് വീണ്ടും പുള്ളിക്ക് അപ്ഡേറ്റ് കൊടുത്ത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കണം. ഇപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും HMന് പോകും. ഇപ്പോൾ അവിടെ പുള്ളി പെൻഡിങ് സബ്മിഷനിൽ വന്ന് കിടക്കുകയാണ്. മനസ്സിലായോ? ഇനി ടീച്ചർ ചോദിച്ചത് അപ്രൂവ്ഡ് അതിനകത്ത് ഇപ്പോൾ ആറ് ടീച്ചിങ് മാനുവൽ അപ്രൂവലായിട്ട് കിടക്കുകയാണ്. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും. ഇതാണ് ഏറ്റവും അവസാനത്തെ. ഇത് മലയാളം മീഡിയത്തിൻ്റെ, ഇത് ഇംഗ്ലീഷിൻ്റെ. അത് ക്ലിക്ക് ചെയ്ത് അത് നമ്മൾ ഓപ്പൺ ആക്കി അതിൻ്റെ കണ്ടന്റുകളൊക്കെ കാണും. പിന്നെ ഇവിടെ വന്നിട്ട് റെസ്പോൺസ് ഉണ്ട്. റെസ്പോൺസ് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച സാധനം എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് വിടുക. ഇത് ഞാൻ ആണെങ്കിൽ ആരുടെയും ചോദിച്ചോ, എനിക്കിങ്ങനെ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഈ പേജ്, ഈ സെക്ഷൻ ഫുള്ള് ഈ ആളിന് കൈകാര്യം, ഈ ടീച്ചറിൻ്റെ കൈവശമുള്ള. HMന് ചെയ്യാനുള്ളത് മോണിറ്ററിങ് ആണ്. ആ കോളം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, പിന്നീട് നോക്കാം. എന്തായാലും ഇങ്ങനെ വരാൻ പാടില്ല, ടീച്ചറിന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. റിഫ്ലക്ഷൻ നോട്ടേ, അതായത് ടീച്ചേഴ്സ് ആണല്ലോ ടീച്ചറെ ഇങ്ങനെ എഴുതുന്നത് അല്ലേ? നോട്ട് സാർ ചെയ്യേണ്ടത്. നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് പെൻഡിങ്ങിനകത്ത് കാണിച്ചേക്കും സാർ. ഞങ്ങളുടെ സ്കൂളിൽ ഉം. AO വന്നിട്ട് പറഞ്ഞായിരുന്നു ഈ ഉം. റിഫ്ലക്ഷൻ നോട്ട് നമ്മൾ കംപ്ലീറ്റ് അതെ അതെ. അല്ലെങ്കിൽ തന്നെ അത് ആലോചിച്ചാൽ മനസ്സിലാവില്ല, നമ്മളെ പേജിനകത്ത് ഇത് വരേണ്ട കാര്യമില്ലല്ലോ ടീച്ചേഴ്സിന്റെ. അപ്പൊ അപ്പൊ അത് അതായിരുന്നു AO അങ്ങനെയാണ്. ഞങ്ങളുടെ അതെ, സ്കൂളിൽ പറഞ്ഞു നമ്മൾ പറയാറുണ്ട്, പറയാറുണ്ട്. അതെ എന്നാണ് അതെ. പറഞ്ഞത്. ഉം. അപ്പൊ അതങ്ങനെ കൊടുക്കണേ. നേരത്തെ സംശയം ചോദിച്ച ടീച്ചറിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ഒപ്പീനിയൻ സാർ, ഇപ്പൊ മനസ്സിലായി. അതെ, നമ്മളൊരു അസസ് ചെയ്യൂലേ നമ്മളെ ക്ലാസ് എങ്ങനെയുണ്ട്. ഓരോ ദിവസത്തെ നമ്മളെ ക്ലാസ് ആവറേജ് ആയിരുന്നോ ഗുഡ് ആയിരുന്നോ, നമ്മളെല്ലാം അസസ് ചെയ്യുന്നത്. നമ്മളെ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളും കൂടെ ചേർന്നിട്ടാണല്ലോ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ലല്ലോ, എല്ലാം കൂടെ ചേർന്ന് വരുന്നതിനാണല്ലോ പറയുന്നത്. അപ്പം ഗുഡാണോ എക്സലൻ്റ് ആണോ നമുക്ക് പറയാൻ പറ്റും. നമ്മളെല്ലാം ടീച്ചർ എന്ന നിലയിൽ എന്നെയല്ല മാർക്ക് ഇടുന്നത്, മൊത്തത്തിലെ ക്ലാസ്സിൻ്റെ പെർഫോമൻസിനെയാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ ഗുഡ് നമ്മൾ തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഈ നമുക്ക് വേറെ സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സമഗ്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും എനിക്കറിയാവുന്നുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ ഇമേജിനെ കംപ്രസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാകും എന്ന് പറഞ്ഞു. വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പറയാം. ഞാൻ എൻ്റെ ഫോണിൽ നിന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സംശയം ചോദിക്കാം. സാറേ ഇതിലെ AI എന്തിനു ഉപയോഗിക്കുന്ന? ചോദ്യം ക്ലിയർ ആയില്ല. എന്ത് ടീച്ചർ? സമഗ്രയിലൊരു AI ഇല്ലേ, ആ, അത് എന്തിനു ഉപയോഗിക്കുന്ന? അത് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കി. അത് തന്നെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു തരും. എനിക്കത് അത്ര പ്രയോജനമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും സാറേ, അപ്രൂവൽ കൊടുത്ത ടീച്ചിങ് മാനുവൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ നോട്ട് കാണുമോ നമുക്ക് അവിടെ എഴുതാനുള്ള കോളം? അപ്രൂവൽ കൊടുത്തതിനെ ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് കാണൂല. കണ്ടു, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്, നേരത്തെ കണ്ടല്ലോ അല്ലേ? മൊബൈൽ എടുത്തപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ലേ? മൊബൈൽ കാണാൻ പറ്റിയില്ല. മൊബൈലിൽ ആ, ചെയ്യുമ്പോ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റില്ല ടീച്ചർ, കാണില്ല. അതാണ്. അതെ 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 അതെ. മൊബൈലിൽ ചില സാധനങ്ങൾ വരത്തില്ല, ലാപ്ടോപ്പിൽ കാണുന്ന പോലെ. പക്ഷെ എവിടെയെങ്കിലും തപ്പിയാൽ കാണാം, എവിടെയെങ്കിലും ഒക്കെ കിടക്കും. റിഫ്ലക്ഷൻ നോട്ട് എവിടെയാന്നുള്ളത് ഈ മൈ ടീച്ചിങ് പ്ലാനിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ക്ലാസ് ആദ്യം കൊടുക്കും. ക്ലാസ് ഒക്കെ കൊടുത്താലേ വരത്തുള്ളൂ. ക്ലാസ് ഒക്കെ കൊടുത്ത് സെലക്ട് ചെയ്തൊക്കെ വരുമ്പോൾ അതിനകത്ത് വരും. അതിനകത്ത് നമ്മൾ ആ എവിടെയെങ്കിലും നമ്മളൊരു ലക്ഷ്യം വേണം നമ്മുടെ മനസ്സിലെ, നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ആണെന്നും ഇങ്ങനെയാണെന്നും പല പല ചിന്തകൾ ഇരുന്നാൽ കിട്ടൂല. നമ്മൾ ആ പെർട്ടിക്കുലർ ക്ലാസ് കൊടുത്ത് ഇതെല്ലാം എടുത്ത് വെച്ച് അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇത്രയും സ്റ്റെപ്പ് കറക്റ്റായാൽ കിട്ടും. പലർക്കും കിട്ടാത്ത അതാണ്, ഇതിൽ ശരിയാവണില്ല അത് ശരിയാവണില്ല എന്ന് പരാതി പറയാൻ കാരണം. ഇത് ഇത്രയും ശരിയാവണം. പുള്ളി അവിടെ അക്സെപ്റ്റ് ചെയ്യണം, HM അക്സെപ്റ്റ് ചെയ്യണം, എല്ലാം ചെയ്ത് വന്ന് ഇത് ആവുമ്പോഴത്തേക്കും ഓക്കെ ആവും.
മൊബൈലായിരുന്നാലും ലാപ്ടോപ്പിലായിരുന്നാലും എല്ലാം സെയിം ആണ്. നമ്മൾ ഇപ്പൊ കിട്ടി, റെസ്പോൺസ് കോളം കിട്ടി. കിട്ടി. യെസ്, തന്നെ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ. നമ്മൾ അതൊന്ന് സേവ് ചെയ്തിട്ട് അപ്പോൾ ആ സമഗ്രയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും മറ്റ് ഇതുവരെ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലുള്ള എല്ലാ വർക്കുകളും ചെയ്ത് ഇങ്ങനെ അസൈൻമെൻ്റ് ആയിട്ട് നമ്മളെല്ലാം അസൈൻ ചെയ്തിട്ടുണ്ട്. 7ാമത്തെ അസൈൻമെൻറ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ടീച്ചിങ് മാനുവൽ 7ാമത്തെ അസൈൻമെൻറ്റിൽ നിങ്ങൾ എന്താ മുൻപത്തെ ടീച്ചർ? ഓരോ ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുണ്ട് സാറേ. അത് ഗ്രൂപ്പിൽ എല്ലാത്തിൻ്റെയും ചോദിച്ചാൽ വീഡിയോ ടീച്ചറെ, എല്ലാത്തിൻ്റെ വീഡിയോ നമ്മളെ ഇതിനകത്തില്ലേ? ഓക്കെ. ഏതെങ്കിലും, ഇനിയും വിഷയമൊന്നുമില്ല, നമുക്ക് വർഷം ഫുള്ള് കിടക്കുകയാണ്. ഏതെങ്കിലും വീഡിയോ നോക്കിയിട്ട് മനസ്സിലാവണില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് പകരം മറ്റ് ക്ലാസ്സുകളൊക്കെ നടക്കുകയില്ലേ, അതിലേതെങ്കിലും ഒന്നിൽ ടീച്ചറിന് ലിങ്ക് അയച്ചു തരാം, അങ്ങനെ കയറാം. ഓക്കെ, താങ്ക് നമുക്ക് യു. ഓക്കെ. പരിപാടികളൊക്കെ ഒരുപാട് സംഭവമുണ്ട്. ഇത് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ സംശയങ്ങൾ വരുള്ളൂ, പലരും ചെയ്യുന്നില്ല. ചെയ്ത് വരുമ്പോൾ പ്രോംപ്റ്റ് ഒക്കെ ക്ലാസ് റൂമിൽ കിടക്കുന്ന പ്രോംപ്റ്റ് ഒക്കെ എന്നും അവിടെ തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഇത് അത്രയും ഈ B2, B3, B4 ഒക്കെ എങ്ങനെ തന്നെ കിടക്കും. നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കൈവ് ചെയ്യാനേ പറ്റുള്ളൂ. അത് അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ ഇതിനെ നോട്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ അതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ അത് അങ്ങനെ ചെയ്തത് വാട്സപ്പ് ആ ഇതാക്കി അതെ വെച്ചിട്ടുണ്ട്. അതെ. ഡേ 8 ഈ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പോസ്റ്റർ തയ്യാറാക്കാനും പിന്നെ നോട്ട്സും വർക്ക്ഷീറ്റ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്ത് ആ സംഭവം തന്നെ. എന്തായാലും ഇനി വളരെ ഉപകാരം ഇത് ചെയ്തതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ്സിലെ ആ അവധിക്കാല ക്ലാസ്സിൽ ശരിക്ക് സ്റ്റാർ ആവാൻ പറ്റി. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇത് അതെ. ചെയ്തവർക്ക് AI നമുക്ക്, കാരണം ഇത്രയും പേര് ഗ്രൂപ്പിൽ ഒന്നാം ഉണ്ടായിരുന്നിട്ട് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർ കുറച്ചേ പേരേ ഉള്ളൂ ടീച്ചറെ. നിങ്ങൾ ആ എടുത്ത എഫേർട്ട് എന്തായിരുന്നാലും അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. കുറച്ച് പേര് 200 പേരുണ്ടെങ്കിൽ ഒരു 20 പേര് AIയുടെ കൂടുതലും അപ്പൊ അത് ശരിക്ക് ഉപകാരപ്പെട്ടു. അതെ, അതിന്റെ ശരിക്കും അതിലെ ഹീറോ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തു, നിങ്ങളത് ചെയ്തു, അതുകൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടി. ബാക്കി ഇത്രയും പേരെ ഉണ്ടായിരുന്നു, 20 പേരാണ് ജോയിൻ ചെയ്തത്. എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? ഇല്ലേ, ഏകദേശം 100-ന് മുകളിൽ ആളുകളുണ്ട്. അപ്പം അതിൽ 20 പേര്, അന്ന് എനിക്കറിയാം ഇത്രയും പേരെ വരത്തുള്ളൂ. കാരണം പല കാരണം, അവരെ കുറ്റം പറയാൻ പറ്റില്ല, പല പല കാരണങ്ങളാൽ അവർക്ക് സമയം കിട്ടി കാണത്തില്ല. പക്ഷെ ഈ സമയം കണ്ടെത്തി ചെയ്തവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഭയങ്കരമായിട്ട് പ്രയോജനം കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒരു പ്രോജക്റ്റായിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിടുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് തുടർന്നും കാണും. നമ്മുടെ ഇത് അവസാനത്തെ ക്ലാസ് ആണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു വീഡിയോ ഇടും. വീഡിയോ ഇടുന്നത് നമ്മൾ വായിക്കട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്തെടുത്ത, നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ട സാധനമാണ് വായിക്കട്ട്. അതിൽ വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള പോലത്തെ. അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ വരും, നിങ്ങളെ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, നമ്മളതിനെ ക്ലിയർ ചെയ്യും. പിന്നെ തീരെ പറ്റണില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇടാം. മാസത്തിൽ ഒരിക്കൽ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ ടീച്ചേഴ്സും കൂടെ. ഇതുപോലെ സമഗ്രം എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അത് നിങ്ങളിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഗ്രൂപ്പിൽ ചോദിക്കണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കും. അപ്പോൾ 4-5 പേർക്ക് ഇത് ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട്, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെച്ചിട്ട് ഒരു ക്ലാസ് എടുക്കാം മാസത്തിലൊരിക്കൽ. പിന്നെ ഈ പറഞ്ഞ വാട്സപ്പ് ഉപയോഗിക്കുക. സംശയം ചോദിക്കുന്നതിൽ ഒരു ഇതും വിചാരിക്കേണ്ട, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഞാൻ ഇതുപോലെ ആരുടെ ചോദിച്ചോ അല്ല ChatGPT-യിലൊക്കെ നോക്കിയൊക്കെ പറയും, നമ്മൾ ആ ഉത്തരത്തിലോട്ട് എത്തും. അപ്പം അതിനെ ഉപയോഗിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം അടുത്ത് പിന്നെ ആ വീഡിയോയുടെ ഇത് ഇന്ന് നാളെ ഇട്ടുതരാം. പിന്നെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോംപ്റ്റും വീഡിയോ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഐഡിയ ഒക്കെ ഇട്ടുതരും. അപ്പം അത് നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിൽ ഇടണം.
പിന്നെ അത് കഴിഞ്ഞ് തുടർന്ന് അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ വരുമല്ലോ. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന പുതിയ AI ടൂളുകളൊക്കെ നമ്മളെ ഈ ഗ്രൂപ്പിനകത്ത് ഇടും. പിന്നെ ഇനി ബാച്ചുകൾ വരുന്നുണ്ട്, സ്കൂള് തുറന്നിട്ടുള്ള ബാച്ചുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രയോജനമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ അധ്യാപകർക്ക് കൂടെ പറയുക, അവരും വരട്ടെ, പഠിക്കട്ടെ. ഉപയോഗിക്കാൻ പറയണം, വെറുതെ പൈസയും കൊടുത്ത് വെറുതെ ജോയിൻ ചെയ്തിരിക്കരുത്. ഉപയോഗിക്കുന്നതാണ് സന്തോഷം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഡീഷണൽ ക്ലാസ് ആവശ്യമുണ്ടോ നമ്മൾ ഇതുവരെ നോക്കിയതിൽ? ഏതെങ്കിലും ഒരു ടോപ്പിക്? മൊത്ത കോഴ്സുകൾ നമ്മൾ കുറച്ച് കാര്യങ്ങളായി ഡിവൈഡ് ചെയ്ത്, ഒന്ന് ഈ ചാറ്റിംഗ് പോലത്തെ സാധനം, ChatGPT-യിലോട് ചോദിച്ച് പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ചാറ്റിംഗ് റിലേറ്റ് ചെയ്ത്, അതൊരു സെഗ്മെൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് ഇമേജ് ജനറേഷൻ, വർക്ക്ഷീറ്റ് ജനറേഷൻ, ടീച്ചിങ് മാനുവൽ ജനറേഷൻ, മറ്റേ മാസ്റ്റർ പ്ലാൻ ജനറേഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പറയുന്ന മേഖലയെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇട്ട് തരാം ഭാവിയിലായിരുന്നാലുവേ. ആ പറഞ്ഞ ടോപ്പിക് ബുദ്ധിമുട്ടുള്ള സാധനം, ഈ കണ്ട സാധനങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് നമ്മുടെ മൈൻഡിൽ സെറ്റായി കഴിഞ്ഞു, ഇതിങ്ങനെ ഒരു സാധനമുണ്ട്, വെച്ച് ഇങ്ങനെ ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, നോ ഇഷ്യൂ, അത് നമുക്ക് ട്രൈ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ കുറേ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയണം. അപ്പം നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലോട്ട് കിടക്കാം. അങ്ങനെയാണ് ബെറ്ററായി വരുന്നത്. ജയന്തി ടീച്ചർ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ബരീക്ക ടീച്ചർ, ബരീക്കാന്ന് തന്നെ. അശ്വതി ടീച്ചർ. സാർ എനിക്ക് മാസ്റ്റർ പ്ലാന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സാറ് റെക്കോർഡ് ചെയ്ത് ഇട്ടതും ചെയ്തു നോക്കാൻ കഴിഞ്ഞില്ല. അതെനിക്ക് ചെയ്യാനുണ്ട്, പെൻഡിങ് ആണ്. മാസ്റ്റർ പ്ലാൻ വലിയ സംഭവമൊന്നുമില്ല, ആ പ്രോംപ്റ്റ് എടുത്താൽ കോപ്പി ചെയ്താൽ സിമ്പിളാണ്. സാറ് വ്യക്തിഗത മാസ്റ്റർ പ്ലാനും കഴിഞ്ഞ വട്ടം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ സാറേ. അപ്പം അതും ഈ സെയിം രീതി തന്നെ ആയിരിക്കുമോ? ഞാനത് ക്ലാസ് അതെ, ഞാൻ പറഞ്ഞു കാണാൻ വെറുതെ പറ്റിയില്ല. വായിച്ച് ടീച്ചറെ, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രോംപ്റ്റ് നമ്മൾ ഒരു ടീച്ചറിന്റെ കയ്യിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ അതിന് ടീച്ചർ എന്ത് ചെയ്യും, ChatGPT കൊടുത്തിട്ട് എനിക്കൊരു പ്രോംപ്റ്റ് തയ്യാറാക്കി തരാൻ പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ തയ്യാറാക്കി തരണതിന് നമ്മൾ വളരെ സമയമെടുത്ത് അതൊക്കെ വായിച്ച് നോക്കുക. ഓക്കെ വലിയ സാർ. ഒന്നുമല്ല, ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സ് വയ്ക്കണം, അത് വായിക്കാനുള്ള ഒരു മനസ്സ് വെച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ ഇപ്പോൾ വർക്കുകളൊക്കെ വരുന്നതൊന്നും ചെയ്തിട്ടാണേ ടീച്ചറെ? സാറ്, വേറെ ഒരു ഡൗട്ട് ഉണ്ട് സാർ. ഒന്ന് ഇപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് ഒരു ടീച്ചർ ചെയ്തിട്ടത് കണ്ടു. ടീച്ചർ ഒരു കവിത എഴുതി. അപ്പൊ ടീച്ചർ അതിന് AI വഴിയാണ്, AI വഴി മ്യൂസിക് കൊടുത്തു, താളവും പാട്ടും ഒക്കെ കൊടുത്തു. അത് എങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു ജസ്റ്റ് AI വെച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെ സാർ? പെട്ടെന്ന് പറയാം, 2 സെക്കൻഡിൽ പറയാം. ഞാനൊരു കവിത ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് പറയാണേ. ChatGPT എടുത്തു, ക്രിയേറ്റ് മീ മലയാളം മലയാളം കവിത എന്നടിക്കാം. 10 ലൈൻ, 10 ലൈനുള്ള മലയാളം കവിത ഇപ്പം ക്രിയേറ്റ് ചെയ്തേരേ. ഇതാവുന്നു. അല്ല, എനിക്കൊരു 4 ഇത്രയും മതി. കഴിഞ്ഞേ, കോപ്പി എടുത്തേ, തീർത്തേ. ഇനി എന്തായിരുന്നു ആപ്പിൻ്റെ പേര്? സുമോയാ? ഭയങ്കര ഓർമ്മ കുറവുണ്ട് കേട്ടോ. സുനോ SUNO സുനോ എന്ന് പറയുന്നതാണ് ആപ്പ്. സുനോ ആപ്പ് തുറക്കുന്നു. ഇതാണ് സുനോ ആപ്പ്. ഇതിനകത്തും പ്രോംപ്റ്റ് ഏരിയ ഉണ്ട്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് പാട്ടുകൾ വേണ്ടതെന്നുള്ള പറഞ്ഞു കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി തരും. ഇത്ര 2 സെക്കൻഡ് കൊണ്ട് പഠിച്ചു തീർന്നു. സുനോ അപ്ലോഡായി വരണതേ ഉള്ളൂ, വെയിറ്റ് ചെയ്യണേ.
സുനോ വന്ന് ഈ കാണുന്നതാണ് സുനോ. എൻ്റെ ജിമെയിലിൽ ഇതിൽ ലോഗിൻ ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എൻ്റെ പേര് കാണിക്കുന്നുണ്ടോ. എനിക്ക് 50 ക്രെഡിറ്റ് വരെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്ത പോലെ ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രോംപ്റ്റ് ഏരിയയിൽ എൻ്റെ കവിത ഞാൻ പേസ്റ്റ് ചെയ്തു. റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്യാനുള്ള സാധനമുണ്ട്. ഇപ്പം ഞാൻ ഇതാണ് ചെയ്തത്. പിന്നെ അപ്ലോഡ്, ഒരു പാട്ടിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കവിത കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് കൊടുത്തു. ഇത് ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 50 ക്രെഡിറ്റ് ആണുള്ളത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഒരു 4 പാട്ടാക്കി തരും. സുനോയ് ഫ്രീ ആണ്. 4 വരി 8 വരി എന്തോ പറ്റുള്ളൂ. ഇത് കേൾക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു സാധനം ഓൺ ആക്കണമല്ല. ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. മഴ കഴിഞ്ഞ വഴികളിൽ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. നനവിൻ്റെ മണം, എവിടെയോ നനവിൻ്റെ മണം ഉണ്ട്. ആ, ഈ നനവിൻ്റെ മണം എന്ന് പറഞ്ഞുള്ള അതാണ് കവിത. ഒന്ന് കേട്ടോണേ. കേൾക്കുന്നുണ്ടായില്ലെന്ന് പറയണേ. മ്യൂസിക് കേൾക്കുന്ന ഇല്ല, കേൾക്കാൻ സാധിക്കുന്നില്ല സാർ. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കണം? ഇല്ല ഇല്ല ഇല്ല. കേൾക്കുന്നില്ല. ഇപ്പോഴോ? ഇപ്പോഴും ഇല്ല. നോ. ഇപ്പോഴോ? അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ സർ? ഓ, ഞാൻ ഡൗൺലോഡ് ചെയ്തിടാം. ഈ ഡൗൺലോഡാണ് കൊടുക്കേണ്ടത്. ഷെയർ കൊടുത്താൽ ഇതങ്ങ് ഇതാവും. ഈ ഡൗൺലോഡാണ് വരണം. ഈ പാട്ടിന് പറ്റൂല എന്നാണ് പറയണത്. എന്നാ ഈ പാട്ടിന് പറ്റുമോ? ശേ, മല ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല സാർ. എളുപ്പമാണ്. ഞാൻ തന്നെ ഒന്നും ചെയ്തില്ല അല്ലേ? എന്താ ഞാൻ ചെയ്തത്? ഒരിക്കൽ കൂടെ സ്റ്റെപ്പ് ഒന്ന് പറയാം. ഹോം എടുത്തു. ആദ്യം ഇതിനെ കൊണ്ടുവന്ന് മലയാളം സുനോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. സുനോ. ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സുനോ. കേൾക്കുന്നു. സുനോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. ഇപ്പൊ സുനോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. സുനോ വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതിനകത്ത് ഞാൻ ഈ ഈ വരികൾ പേസ്റ്റ് ചെയ്തു കൊടുത്തു. നദി പോലെ സമയം ഒഴുകിയാൽ. എൻ്റെ ഈ ക്രെഡിറ്റും കൂടെ ഒന്ന് നോക്കുകയാണ്. ഞാൻ ജിമെയിലിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ടാണോ സുനോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ജിമെയിലിന്റെ ഡീറ്റെയിൽ ചോദിക്കും. അതൊക്കെ എൻ്റർ ചെയ്ത് വേണം അകത്ത് കയറാൻ. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചില്ല. എൻ്റെ ഇമെയിൽ ID ഇവിടെ ഈ കാണാൻ പറ്റും. ഇതിനകത്ത് 50 ക്രെഡിറ്റ് 40 ക്രെഡിറ്റ് ആയി. അതിനകത്ത് പേസ്റ്റ് ചെയ്തു. മഴ കഴിഞ്ഞ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ അവിടെ കിടന്ന് കറങ്ങും. ഇവിടെ വരും. പണ്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. എല്ലാം ഇപ്പം എല്ലാവരും കള്ളത്തരം പഠിച്ചിരിക്കണം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ റെക്കോർഡിങ്, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ആകും നോക്കട്ടെ. ഇതും ഡൗൺലോഡ് ഡിസേബിൾ, ഡൗൺലോഡ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് സോങ് എന്ന് പറയാം. ഷെയർ കൊടുത്താൽ ഇത് തന്നെ അങ്ങ് ഷെയർ ആവത്തേ ഉള്ളൂ.
ഈ സുനോയുടെ ഫയൽ ഷെയർ നമ്മൾ വാട്സപ്പിൽ ഷെയർ കൊടുക്കും അല്ലെ, ഏതിൽ ഷെയർ ചെയ്യുന്ന പോലെ ചാറ്റ് ജി പി ടിയിൽ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ആവുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ഒരു ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ പറയുക, നമുക്ക് ഒരു ക്ലാസ് വയ്ക്കാം. ഏതെങ്കിലും നമ്മൾ പഠിച്ച ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ക്ലാസ്സോ അല്ലെങ്കിൽ വീഡിയോയോ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയുക. സാറേ ഇങ്ങനെ തന്നെയാണോ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം കൊടുത്താൽ അത് റീഡ് ചെയ്യിക്കുന്നതും? റീഡ് ചെയ്യിക്കാൻ നമുക്ക് ഈ 11 ലാബ്സ് മതി. ഇത് പാട്ടിനൊക്കെയാണ് സുനോ ഉപയോഗിക്കുന്നത്. റീഡ് ചെയ്യിക്കുന്ന 11 ലാബ്സ് അല്ലേ സുഖം അല്ലേ? ടീച്ചറിന് എന്ത് തോന്നുന്നു? അതില് റീഡ് ചെയ്യിക്കാൻ പറ്റുമോ സാറേ? അതില് ഇതില് മ്യൂസിക് സാധനം എന്നാണ് എന്റെ ഒരു അല്ല അറിവ്. അല്ല അല്ല ഈ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നേ അത് തന്നെ ആണല്ലോ 11 11 ലാബ്സ് ഉപയോഗിക്കുന്നത്. 11 ലാബ്സിൽ മ്യൂസിക് ഉപയോഗിക്കാം. ഈ സുനോ എന്ന് പറയുന്നത് കൂടുതലും മ്യൂസിക് സാധനങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ സാധാരണ വായന പാട്ട് പാടുന്ന പോലെയൊക്കെ ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന പോലെ ചെയ്യും. ഓക്കെ, അടുത്ത ബാച്ചിന്റെ ടൈമായി. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിന്റെ റെക്കോർഡ് ഇടാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ക്ലാസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ ഒക്കെ വയ്ക്കാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഓക്കെ സാർ. അപ്പോൾ ഗ്രൂപ്പ് ആരും ഓക്കെ ലെഫ്റ്റ് ആവരുത്, ഗ്രൂപ്പിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കണം. Okay, sir. Thank you very much. താങ്ക് യു.